അവിടെ ഇപ്പോൾ സൂര്യഗായത്രിയും രേണുകയും തയ്യാറാണ്. പുതിയ അതിഥികളുമായി, കൂടുതൽ പ്രതിഭകളുമായി നമുക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോകാം. സൂര്യയുടെയും രേണുകയുടെയും കൂടെ ഇപ്പൊ ആരാണുള്ളത്? ഞങ്ങളുടെ കൂടെ കാവ്യകേളി വിഭാഗത്തിൽ മത്സരിച്ച അനഘയാണ്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു അനഘയാണ്. അപ്പൊ നമുക്ക് കോട്ടയം ജില്ലയിൽ നിന്നുള്ള അനഘയാണ്. നമുക്ക് തുടങ്ങിയാലോ? തിരുവനന്തപുരേ വിളങ്ങിന പത്മനാഭ നമോസ്തുതേ, സജല ജലധര നികര തുലിത കളേബരായ നമോസ്തുതേ, അരുണ പങ്കജ കോമളായ തലോചനായ നമോസ്തുതേ, ചരണ സരസിജയുഗളധിപതിത നിഖില ദേവ നമോസ്തുതേ, ഉന്നതോരു കിരീട കുണ്ടല മണ്ഡിതായ നമോസ്തുതേ, ഉരഗവരമയ ശയന ജയ ജയ നളിനനാഭ നമോസ്തുതേ, ഇന്ദിരാമണി മന്ദിരാമയ സുന്ദരാംഗ നമോസ്തുതേ, ഇരവു പകലഹമജിത തവ തനു ചിന്തയാമി നമോസ്തുതേ. വളരെ മനോഹരമായിട്ട് ഒരു ചൊല്ലലായിരുന്നു അല്ലേ? നമ്മുടെ മെയിൻ സ്റ്റേജിൽ സംഘനൃത്തം നടക്കുകയാണ്. അതിന്റെ ഒച്ച ഇങ്ങനെ കാതിൽ അടിച്ചു കയറുകയാണ്. അതിനിടയിലും മോളിന്റെ പാട്ട് ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മള് ഈ സൈഡിലെ ഹെഡ്ഫോണൊക്കെ ഊരിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും അടിപൊളിയായിരുന്നു. പ്രൈസ് നമ്മള് വിജയിച്ചു. എ ഗ്രേഡ് ഉണ്ട്. എത്ര നാളായിട്ട് പഠിക്കുക? ഞാൻ 8 വർഷമായി പഠിക്കുന്നുണ്ട്. അക്ഷരശ്ലോകം കാവ്യകേളിയും പഠിക്കുന്നുണ്ട്. കൈരളി ശ്ലോകരംഗത്തില്. തുടരാൻ തന്നെയാണോ ഇഷ്ടം? അതെ, എന്താണ് ഇപ്പൊ ഞാൻ +2 ആയി. പക്ഷെ എന്നാലും എൻ്റെ ലൈഫ് ലോങ് എനിക്കിത് കൊണ്ടുപോകാനാണ് താല്പര്യം. കലോത്സവ വേദിയിൽ താരമായി എ ഗ്രേഡ് നേടി. ഇനിയിപ്പോ അത് മുന്നോട്ടുള്ള വർഷങ്ങളിലും അത് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഇത് തന്നെ തുടർന്ന് ഒരു കലാകാരിയായി മാറാനാണ്. അതെ, തീർച്ചയായും. അപ്പൊ എല്ലാവിധ ഭാവുകളും നേരുന്നു. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.